അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സഹോദരിമാരെ, എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? റാഹത്തല്ലേ? അൽഹംദുലില്ലാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ സംശയങ്ങളും അതിന് വല്ല ആ, മറുപടികളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ചർച്ച ചെയ്തിരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിത്തെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഓർമ്മ ഉണ്ടോ? ഉണ്ടോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിത്തെ ഓർമ്മ ഉണ്ടോന്ന്? ഇന്നലത്തെ ക്ലാസ്സേ, കഴിഞ്ഞ ക്ലാസ്സിലേ കുറെ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിന്റെ മറുപടി അല്ല അറിഞ്ഞീന്നേ. ഓക്കെ ഓക്കെ, എന്നാ ആ, ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ, എന്നിട്ട് നമുക്ക് എനിക്കുണ്ട്. എന്നാ പറയാം. ഏം, എന്താണ് നമ്മൾ പാട്ട് പാടുന്നത് ഹറാമാണോ? അല്ല, ഏ ഞാന് എവിടെ കേട്ടിട്ടുണ്ട് നമ്മൾ പാട്ട് പാടുന്നതൊക്കെ അതാണ്. ഇല്ല, പാട്ട് പാടുന്നതിലല്ല പ്രശ്നമുള്ളത്. പാട്ട് പാടുന്നതിൽ ഒരു പ്രശ്നമില്ല, നമുക്ക് എല്ലാവർക്കും പാട്ട് പാടാം. ഇസ്ലാം ഒന്നിനും ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെ വെറും നിസ്കാരവും നോമ്പും അങ്ങനെയൊന്നുമില്ല. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ കാലത്ത് പിന്നെ കുട്ടികൾ പാട്ട് പാടിയിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി സ്വലമ അത് കേട്ടിരുന്നു എന്നൊക്കെ പറയാം. നബി നിങ്ങളെന്താ ഖുറാനോദിക്കായും പോയിരുന്നു പാട്ടൊന്നും വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പാട്ട് ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇസ്ലാമിൽ എന്താണ്, പാട്ട് പാടുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പാട്ട് പാടുന്നതിലോ പാട്ട് കേൾക്കുന്നതിലോ തെറ്റില്ല. എന്നാൽ ആ ഒരു പാട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചു കൊണ്ടാകുമ്പോൾ അത് തെറ്റായി മാറും. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വ്യത്യാസം മനസ്സിലാക്കണം. ഒരാൾ സാധാരണ വോക്കലായിട്ട് പറയുന്ന, ഇപ്പം ഇങ്ങനെ പാട്ട് പാടാം, അങ്ങനെ അല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പാട്ട് പാടി, ഒരു കുഴപ്പമില്ല. അതല്ലാതെ ഒരാൾ ഇതിവിടെ എന്ത് ചെയ്യണം, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടാകുമ്പോൾ അത് മതപരമായിട്ട് തെറ്റാണ്. കാരണം മ്യൂസിക്കാണ് തെറ്റ്, പാട്ടല്ല. മനസ്സിലാവുണ്ടല്ലേ? ക്ലിയർ ആണോ? ഓക്കെ. പിന്നെ നമ്മളെ നാട്ടിൽ പൊതുവെ എന്താ വെച്ചാൽ ഈ പാട്ട് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഡാൻസും കൂടി വേണം. പിന്നെ അത് സൂംബയായി മാറി, പിന്നെ ആ ഉള്ള എല്ലാവരും ആണും പെണ്ണൊക്കെ കൂടി കളന്ന് ചാടിക്കളിയായിട്ട് മാറും. അതെന്തായാലും തെറ്റ് തന്നെയാണ്. അങ്ങനത്തെ പാട്ടില്ല. നല്ല നല്ല പാട്ടുകൾ ഒരാൾ പാടി, ഉമ്മയെക്കുറിച്ചോ വാപ്പയെക്കുറിച്ചോ പ്രകൃതിയെക്കുറിച്ചോ അള്ളാനെക്കുറിച്ചോ നബിനെക്കുറിച്ചോ ഒക്കെ പാട്ട് പാടി, അതിനൊന്നും പ്രശ്നമല്ല. അല്ലാതെ തോന്നിവാസങ്ങൾ പാടാൻ പാടില്ല. തോന്നിവാസങ്ങൾ പാടുക എന്നുള്ളത് എന്തല്ല, ശരിയല്ല. ഇപ്പോഴൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ പാട്ട് എന്നുള്ളത് പിന്നെ വേറെ തരത്തിലാണ്. വായിൽ തോന്നിയത് ആണ്ട് പാടുകയാണ്. ആ രൂപത്തിലുള്ളതൊന്നും എന്തല്ല, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. ചീത്ത വാക്കുകളൊക്കെ വെച്ചുകൊണ്ടുള്ള പാട്ടുകളുണ്ടല്ലോ, അതൊന്നും പാടില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞമ്മക്കൊന്നും തരാതെ ആലിയ മെല്ലെ തിന്നണ നിങ്ങൾ കാണുന്നുണ്ടോ? അല്ലേ? പടച്ചോനെ, ആലിയാന്റെ വയറ് നാളത്തേക്ക് വീർത്ത് 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 വീർത്ത്. പറയണോ, പ്രാർത്ഥിക്കണോ? വേണ്ടല്ലോ, പാവല്ലേ അല്ലേ? അവൾ അറിയാതെ തിന്നിക്കാണ്. നമ്മൾ പറഞ്ഞതാണ് ക്ലാസ്സിന്റെ അടിയിൽ തിന്നാൻ പറ്റൂല എന്നുള്ളത്. ഓക്കെ, അവൾ അറിയാതെ തിന്നതാണ്. അതുകൊണ്ട് ആരും പ്രാർത്ഥിക്കണ്ട കേട്ടോ, ആരും വെള്ളം ഇറക്കരുത്. ഇപ്പൊ തൽക്കാലം ഒഴിവാക്കുക. ഓക്കെ, എന്നാ പറയും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പുസ്തകം എനിക്കുണ്ട്. ആ, പറയാം. ആദ്യം എന്നെ കാണട്ടെ, ഇജ്ജ് എവിടെ പോയിക്കണേ നോക്കട്ടെ. ഉസ്താദ്, ഞാൻ ട്രാവലിംഗിലാണ്. എവിടെ ട്രാവലിങ്? ഹലോ. ടു കോയമ്പത്തൂരാ? അല്ല, പറ. ചെറിയൊരു യാത്രയില. എന്നാ പറ. ഉസ്താദെ, ആ, കുട്ടികൾ മുടി വെട്ടാൻ പറ്റും? മുടി കെട്ടാൻ പറ്റുമെന്നോ? വെട്ടാൻ. വെട്ടാനോ? ആ. ഓക്കെ. മുടി വെട്ടുന്നത് ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെട്ട കാര്യമുണ്ട്. അനുവദിക്കപ്പെട്ട കാര്യമാണ്, അതിന് പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് ചരിത്രത്തിൽ തന്നെ കാണാൻ പറ്റും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹുവിനെ വിവാഹം കഴിച്ചു. പിന്നെ ആയിഷ റളിയല്ലാഹുവിനെ മദീനത്തേക്ക് വന്ന സമയത്ത് അവിടെ ഒരുപാട് പിന്നെ എന്താ പറയുക പനി പിടിച്ചുകൊണ്ട് ആയിഷ ബീവിൻ്റെ കുറേ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടായി. ആ സമയത്ത് പിന്നെ ആയിഷ റളിയല്ലാഹുവിൻ്റെ മുടി ഒരു ഭാഗം വരെ മുറിച്ച് കളഞ്ഞു, ആ മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് എന്ന നിലക്ക് ചില റിപ്പോർട്ടുകൾ കാണാൻ പറ്റും. അപ്പോൾ മുടി വെട്ടി എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ആ വെട്ടിയിട്ട് ആരെ കാണിക്കുക എന്നുള്ളത് പ്രശ്നമാണ്. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുടിയൊക്കെ വെച്ചിട്ട് ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, അത് തെറ്റാണ്. അങ്ങനെ പറ്റൂല. അല്ലാതെ ഇപ്പോൾ ഒരു പെണ്ണ് എന്ത് ചെയ്തു, അവളെ മുടി ഒന്ന് ഒപ്പാകാൻ വേണ്ടി വെട്ടി എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗന്ദര്യത്തിൻ്റെ അടയാളമാണ് അവളുടെ മുടി എന്നുള്ളത്. മുടിയില്ലാത്തൊരു പെണ്ണിനെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കണി, നമ്മളെന്താ പറയുക, പല പ്രയോഗങ്ങളും പറയും അല്ലേ, പല പ്രയോഗങ്ങളും പറയും. അപ്പോൾ അതെന്തല്ല, ഒരു അത്തരത്തിൽ മുടിയില്ലാതാകുക എന്നുള്ളതോ അല്ലെങ്കിൽ ആണിനെ പോലെ വെട്ടുക എന്നുള്ളതോ പാടില്ല. എന്നാൽ ഒരു പെണ്ണ് തൻ്റെ മുടി ഒന്ന് ഒപ്പാകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് വളരാൻ വേണ്ടിയിട്ട്, കാരണം ഇങ്ങനെ അതിൻ്റെ സൈഡ് ഇങ്ങനെ അടിഭാഗം ഇങ്ങനെ വെട്ടുക എന്നുള്ളതുണ്ട്, അങ്ങനെ വെട്ടി എന്നുള്ളത് കൊണ്ടോ കുഴപ്പമില്ല. അല്ലാതെ ഇങ്ങനെ സ്റ്റൈലാക്കിയിട്ട് വെട്ടുക എന്നുള്ളത് എന്താണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ കാര്യത്തിലല്ല, മുതിർന്ന ആളുകളുടെ കാര്യത്തിൽ. ചെറിയ കുട്ടികൾക്ക് കുഴപ്പമില്ല, ഒരു മുടി പിന്നെ ഒരു ഔറത്തല്ലല്ലോ. എന്നാൽ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവളുടെ മുടി എന്നുള്ളത് ഔറത്താണ്, അത് ഒഴിവാക്കപ്പെടേണ്ട അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ കാണാൻ പാടില്ലാത്ത ഒന്നാണ്. ഓക്കെ ആണോ? അലോ ലോ 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 ഫാത്തിമ നഷ്ഫ പോയാ? ക്ലിയർ ആണ് ഉസ്താദ്. ആ ഓക്കെ ഓക്കെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേഗം വേഗം മൈക്കോണക്ക്. ഹൈമിത്താത്ത, നിങ്ങൾക്ക് എന്തോ ഡൗട്ട് ഉണ്ടായിരുന്നല്ലോ. ഹൈമി അവൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ എന്നോട് പറഞ്ഞിരുന്ന, ഒരു വോയിസ് ഒക്കെ ഇട്ടിരുന്നല്ലോ. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞു. എന്തെന്ന് ചോദിച്ചോ, ഒന്നുകൂടി ചോദിച്ചോ. ഈ കാക്കമാരൊക്കെ എൻഗേജ്മെന്റ് വരുമ്പോ ഓരോ ആ. പെണ്ണിന് എന്താ ചെറുതായിട്ട് എന്താ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത് പറ്റും? ഓക്കെ, ഒന്നാമത്തെ എന്താ വെച്ചാൽ എൻഗേജ്മെന്റ് എന്നതാണോ ഉദ്ദേശിക്കുന്നത്, അതല്ല നിക്കാഹാണോ? അല്ല, ആ, എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്തു വെച്ചാൽ അതിൽ പലതും എന്താണ്, ഇസ്ലാമുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. കാരണം എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ആദ്യം കൊടുക്കുക എന്താ വെച്ചാൽ ഒരു ഐഫോണാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ഐഫോണും കൊടുക്കും, എന്നിട്ട് കുറേ മുട്ടായും കൊടുക്കും. ഓട് മുട്ടായി ഇങ്ങനെ തിന്ന് ഐഫോണിൽ ഓനോട് ഇങ്ങനെ വിളിക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ വിളി വേറെ പല ആളുകളും. അവസാനം എന്ത് ചെയ്യും, ഫോൺ കൊടുത്തത് ഇവനായിരിക്കും, ഒളിച്ചോടുന്നത് വേറെ പലരും. ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഇനി നടന്നാലും ഇല്ലെങ്കിലും ഒരു എൻഗേജ്മെൻറ്റ് കഴിയുന്നതോടുകൂടി ആ പെൺകുട്ടി ആ ചെക്കൻ്റെ ഏതോ തരത്തിലുള്ളൊരു ബന്ധം ഒന്നുമില്ല, അവരപ്പോഴും അന്യര് തന്നെയാണ്, അന്യ സ്ത്രീയും അന്യ പുരുഷനും തന്നെയാണ്. ഞാൻ പറയണ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുണ്ടോ? എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യൂല, അവർ തമ്മിൽ പിന്നെ വിവാഹിതരെ പോലെ ആകാൻ പറ്റൂല. നിക്കാഹ് കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യണത്, അവർ ഭാര്യ ഭർത്താക്കന്മാരായി സംസാരിക്കുവാനോ അല്ലെങ്കിൽ അത്തരത്തിൽ കൂടുതൽ ഇടപെട്ട് സംസാരിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പലതും എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 6 മാസം എൻഗേജ്മെൻറ്റ് ചെയ്യും, എന്നിട്ട് പിന്നെ 6 മാസം കഴിഞ്ഞിട്ടാണ് നിക്കാഹ് എന്നൊക്കെ പറയും. അത് പറ്റൂല, അത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്നിട്ട് പിന്നെ ആ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് ഗിഫ്റ്റ് കൊടുക്കുക, അതും ശരിയല്ല, അത് മറ്റുള്ളവർ കൊടുക്കുക എന്നുള്ളത്. എന്നാൽ നിക്കാഹ് കഴിഞ്ഞു, അതൊരു സന്തോഷത്തിൻ്റെ സുദിനമാണ്. ആ സമയത്ത് നമ്മൾ ഒരു കല്യാണത്തിൻ്റെ, അതായത് നിക്കാഹ് കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരാൾ നമ്മൾ എന്ത് ചെയ്തു, ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് തെറ്റൊന്നുമില്ല. ഇനി അത് തന്നെ ഒരു വലിയ സംഭവമാക്കിയിട്ട് വലിയ ഒരു ഗിഫ്റ്റൊക്കെ അങ്ങനത്തെ എന്തില്ല, പാടില്ല, അത് ഒഴിവാക്കപ്പെടണം. കാരണം എല്ലാ ആളുകൾക്കും ഇപ്പോൾ നമ്മൾ അയാൾക്ക് കൊടുത്തു, അയാൾക്ക് തിരിച്ച് ഇതേപോലെ നമുക്ക് തിരിച്ചു തരാൻ കഴിയൂല, അപ്പോൾ അത് വലിയൊരു പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കപ്പെടലാണ് നല്ലത്. അയിമയ്ക്ക് ഞാൻ പറയണ മനസ്സിലാവുണ്ടോ അയിമി? ഓക്കെ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. എൻഗേജ്മെൻറ്റിനല്ല, മറിച്ച് നിക്കാഹിനാണ് എന്ത് ചെയ്യണത്, ഇസ്ലാമിൽ പ്രാധാന്യമുള്ളത്. നമ്മുടെ നാട്ടിൽ എൻഗേജ്മെൻറ്റാണ് വലിയ സംഭവമാക്കുക.
നിക്കാഹ് കഴിയുന്നതോടുകൂടി അവളും തമ്മിൽ എന്തായി? നല്ല ഒരു ബന്ധമായി, വിവാഹമായി. പിന്നെ അവർക്കിടയിൽ എല്ലാ അർത്ഥത്തിലും ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് പോകാം, ജീവിതത്തിലേക്ക് പോകാം. ഇനി വല്ലതും ഉണ്ടോ? ഇല്ലെങ്കിൽ ഉസ്താദെ, ആ ഈ മിഠായി കൊടുക്കൽ പരിപാടിയില്ലേ, ആ അത് ഹലാലായിട്ടുള്ള കാര്യമാണോ? ഏത് മിഠായിയാണെന്നാവോ? ചോക്ലേറ്റ്? ഈ കല്യാണ സമയത്ത് ആ മിഠായി കൊടുക്കൽ മറ്റൊരു പരിപാടിയായിട്ട് ചെയ്യണത്, ആ റിസീവ് ചെയ്യാൻ പറ്റുമോ? കല്യാണത്തിന്റെ മുമ്പല്ലേ? ആ അതാ നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് കല്യാണത്തിന്റെ മുമ്പുള്ളതൊക്കെ എന്താണ്? ഒഴിവാക്കപ്പെടേണ്ടതാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അത് സ്വാഭാവികമായിട്ടും ഒന്ന് നമ്മൾ ഇന്ന് നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പിന്നെ വലിയ വലിയ ടവറുകളാണ്. മറ്റേ ക്ലോക്ക് ടവറും അതേപോലെ തന്നെ മറ്റേ ബുർജ് ഖലീഫിൻ്റെ ബുർജ് ടവർ എന്നൊക്കെ പറഞ്ഞ മാതിരിക്ക് അത്രയും മുട്ടായുമായിട്ടൊക്കെ ഇങ്ങനെ വരികയാണ്. കാരണം മുട്ടായി കൊടുക്കൽ അനുവദനീയമാണെന്ന് പറയുന്നതോടുകൂടി എന്നാൽ പിന്നെ നമ്മൾ ഇഷ്ടം പോലെ കൊണ്ടോട്ടെ, ഇൻ്റെ ഒരേ ഒരു പെണ്ണുങ്ങളാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? ചില ആൾക്കാർ അതിനായിട്ട് നിൽക്കണു, ചില ആൾക്കാർ അതിന് ഒരു പിന്നെ പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ മുന്നിൽ ഇങ്ങനെ ആളാകാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അത് തെറ്റ് തന്നെയാണ്, അതിൽ സംശയമല്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ ആദ്യം ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിലെ വിവാഹത്തിൽ എന്ന് പറയട്ടെ പറയണമെന്നുണ്ടെങ്കിൽ ഹനിയ, ഖദീജ, ഈ രണ്ട് പേര് ഇവിടെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഹനിയ എത്തിയിരിക്കുന്നു, ഹനിയക്ക് പ്രത്യേക സമ്മാനമുണ്ട്. ഇനി ഖദീജ ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ. ഖദീജ, ഏജ് എവിടെ? എവിടെ ഉണ്ട്? കാണുന്നില്ല. ഓക്കെ, എന്നാലേ ഷെസ ഷിഹാൻ, അതാരാ? ഷെസാദ് അവിടെ ഇരിക്കണു. രണ്ട് ഷെസ ഉണ്ടോ? ഡബിൾ റോളാ? ഓക്കെ, എന്നാ കേട്ടോളിറ്റോ. ഇസ്ലാമിലെ വിവാഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം സിമ്പിളാന്ന് പറഞ്ഞുതരാം. ഒരു പെണ്ണ്, ഒരാണ്, അതായത് ഭാര്യ ഭർത്താവ്. ഈ പെണ്ണിന് ഒരു വലിയ ഉണ്ടാവണം. വലിയ പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പ, അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരാൾ. ഈ ആണ് അതേപോലെ രണ്ട് സാക്ഷികളും ഉണ്ടാകുക, രണ്ട് സാക്ഷികളും. അപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആണ് പറയാണ് പെണ്ണിൻ്റെ വാപ്പയോട്, പെണ്ണിനോടല്ല പറയണ്ടത്, ഞാൻ എന്നെ കെട്ടിയിരിക്കുന്നു എന്ന് പറയാനില്ല, മറിച്ച് പെണ്ണിൻ്റെ വാപ്പ ചെക്കനോട് പറയാണ്, എൻ്റെ മകൾ ഇന്നവളെ ഞാൻ നിനക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അയാൾ പറയണത്, നിങ്ങളുടെ മകളെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വിവാഹം ചെയ്തിരിക്കുന്നു, നിങ്ങൾ വിവാഹം ചെയ്തു തന്നത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. എല്ലാവരും ബിരിയാണി എന്നിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ ഇസ്ലാമിലെ കല്യാണം. ഇസ്ലാമിലെ കല്യാണം എന്ന് പറഞ്ഞാൽ അതാണ്. അതിനെന്തില്ല? ഇന്ന് നമ്മുടെ നാട്ടിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഫോട്ടോയിൽ ഫോട്ടോ കുഴപ്പമില്ല, പിന്നെ എന്ത് ചെയ്യും? നേരെ ഒന്ന് ചെക്കൻ പോയി കാണും, ചെക്കനും അവൻ്റെ കൂട്ടുകാരും പോയി കാണും, കുഴപ്പമില്ല. പിന്നെ എന്ത് ചെയ്യും? ചെക്കനും അവൻ്റെ ഉമ്മി ഒന്ന് പോയി കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ ഉമ്മിയും പെങ്ങളും ഒന്ന് പോയി കാണും, പിന്നെ അമ്മായി ഒന്ന് പോയി കാണും, പിന്നെ ഇളയമെന്ന് പോയി കാണും, പിന്നെ കുടുംബക്കാർ കുറച്ച് എല്ലാവരും പാടെ കൂട്ടിയിട്ടൊന്ന് പോയി കാണും, പിന്നെ അവിടുന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരും, പിന്നെ ഇവിടുന്ന് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോകും, പിന്നെ അവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് വരും. എന്നിട്ട് കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാനൊരു പോക്ക്, ഡ്രസ്സിൻ്റെ അളവ് നോക്കാനൊരു പോക്ക്, ഇങ്ങനെ പോയി നടക്കുക. ശരിക്കും ഇസ്ലാമിൽ അങ്ങനത്തെ ഒന്നുമില്ല. അത് തെറ്റാണെന്നല്ല, പലതും തെറ്റായി പോകുന്നുണ്ട്. ഇന്നത്തെ ഒരവസ്ഥയിൽ പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്? പോയി ഇതൊക്കെ എന്താണ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഹറാമിലേക്ക് പോകുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, ഒരു പിന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അല്ലെ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ, ചെക്കൻ പെണ്ണിനെ കണ്ടു, നേരെ അയാൾ ചെന്ന് വാപ്പാനോട് ചോദിച്ചു, നിങ്ങളെ മോളെ കല്യാണം കഴിച്ചു തരുമോ? മോള് പിന്നെ വാപ്പ പറഞ്ഞു, ഞാൻ മോളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വരും. രണ്ടുപേരും കണ്ടു, രണ്ടുപേരും സംസാരിച്ചു, ഏകദേശം രണ്ടുപേരും ഓക്കെയാണ്, കുഴപ്പമില്ല. പെണ്ണിന് പറയാം, എനിക്ക് ഇയാളെ പറ്റിയിട്ടുണ്ട്, എനിക്ക് ഇയാളെ പറ്റിയിട്ടില്ല. ആരോട്? വാപ്പാനോട് പറയണം. പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ കെട്ടണ്ട. ഇസ്ലാമിൽ അങ്ങനെ ഉണ്ട്. നിർബന്ധിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? വാപ്പാക്ക് കെട്ടിക്കാൻ പാടില്ല, നിർബന്ധിച്ചിട്ട് കെട്ടിക്കാൻ പാടില്ല. അതായത് ഇയാൾ പെണ്ണെന്നാൽ എനിക്ക് മറ്റേ ദുൽഖർ സൽമാനെ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ഓൾക്കൊരു ഓളെ ഇടക്കൊന്ന് കണ്ണാടിയിൽ നോക്കും വേണം,
ഓൾക്കിത് പറ്റൂല്ല എന്നുള്ളത്. ഓളിങ്ങനെ വലിയ വലിയ ആളെ വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അല്ലെങ്കിൽ ഓളെന്നെ ഒരാളെ കണ്ടെത്തിക്കുക എന്നിട്ട് എനിക്ക് ഓനെ തന്നെ വേണം, അത് തെറ്റാണ്. അങ്ങനെ കണ്ടെത്തൽ എന്തല്ല, ശരിയല്ല. കാരണം അതിനാണ് പ്രേമം എന്ന് പറയുന്നത്. അത് മതപരമായിട്ട് തെറ്റാണ്. അതിന് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞാൻ കുറേ വിഷയങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോണില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, അവിടെ ചെക്കൻ വന്നു, വാപ്പാനോട് പറഞ്ഞു, വാപ്പ മോളെ കാണിച്ചു കൊടുത്തു, രണ്ടുപേരും കണ്ടു, സംസാരിച്ചു, കുഴപ്പമില്ല എങ്കിൽ അവിടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടേ, എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടേ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കുറേ ആളുകൾ എന്താ, മിഠായി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ, മിഠായി തിന്നാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ, പിന്നെ കുടുംബത്തിൽ വീണ്ടും കുറേ എണ്ണം, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കൊടുക്കുക. ഞാൻ എൻ്റെ ചില അനുഭവങ്ങൾ വെച്ചിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വിവാഹം ഇതേപോലെ തീരുമാനിച്ചു. ഞാൻ പറയണത് നേരെ ശ്രദ്ധിച്ചോളിട്ടോ. അപ്പോൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, കുറേ ആൾക്കാരെല്ലാവരും പാടെ ഈ പെണ്ണിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനില്ല, ഞാൻ അങ്ങനത്തേനൊന്നും പോകാറില്ല. അപ്പോൾ ആയിക്കോട്ടെ പറഞ്ഞു. ഇവർ പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വണ്ടിയിൽ ഇങ്ങനെ മുട്ടായിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ വെച്ചു, പെണ്ണിനെ പറ്റിക്കഴിഞ്ഞാൽ മുട്ടായി കൊടുക്കണം എന്നാണ്. അപ്പോൾ പെണ്ണിനെ അവിടെ പോയിട്ട് ഇങ്ങനെ എല്ലാവരും ചോദിക്കാം, പറ്റി അന്ന് മുട്ടായി കൊടുക്കില്ല, മുട്ടായി കൊടുക്കുക പറ്റി എന്നുള്ളതിൻ്റെ അടയാളമാണ് അത്രേ മുട്ടായി കൊടുക്കൽ. അപ്പം ഞാൻ ചോദിച്ചു, അല്ല നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും ആൾക്കാർ പോയി പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് മനസ്സിന് വേദന ഉണ്ടാവില്ലേ ചോദിച്ചു. ഒരു മാനസികമായ വിഷമം ഉണ്ടാവില്ല, ഇത്രയും ആൾക്കാർ വന്നിട്ട് നല്ലോണം തിന്നിട്ടുണ്ട് പോകുക എന്നല്ലാതെ ഓരെന്ത് ചെയ്യണില്ല, ഇത് ഒന്നും ഉണ്ടാത്ത അല്ലെങ്കിൽ പിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അല്ല അതൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇവരങ്ങനെ പോയി. അങ്ങനെ ഇവർ നല്ല ഉഷാറായിട്ട് പത്തിരി ഇറച്ചൊക്കെ പോയി തിന്ന് വന്നു. പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു, പെണ്ണിനെ പറ്റിയിട്ടില്ല. പെണ്ണിനെ പറ്റിയിട്ടില്ല. ഇതാണ് പ്രശ്നം. അവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിങ്ങനെ മനസ്സിലാക്കുക, അത് നമ്മളാണെങ്കിൽ, അത് നമ്മുടെ മോളാണെങ്കിൽ അപ്പോൾ നമ്മളെ മനസ്സ് വേദനിക്കും. ഇപ്പോൾ ഒരു കുറച്ച് മുതിർന്നു, നിങ്ങളെ വിവാഹത്തിൻ്റെ ഒക്കെ ഒരു പ്രായമായി, അങ്ങനെ കുറേ ആൾക്കാർ വന്ന് തിന്ന് പോയിട്ട് പിന്നെ ഒരു വിളിച്ചു പറയാം നമുക്ക് പറ്റിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുണ്ട്. ഒരാളോ രണ്ടാളോ വന്നു, ഒരു നോക്കി, നമുക്ക് സ്വാഭാവികമായിട്ടും അവർക്കും പറ്റണം, നമുക്കും പറ്റണം. നമുക്ക് അങ്ങോട്ടും പറ്റിയില്ല എന്ന് പറയാം, അവർക്ക് ഇങ്ങോട്ടും പറ്റിയില്ല എന്ന് പറയാം. കാരണം പറ്റാതെ കെട്ടേണ്ട ഒരു സാധനമല്ലത്, പറ്റാതെ കെട്ടാൻ പറ്റില്ല, ഇഷ്ടപ്പെടണം. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പലതും ഇങ്ങനെ പോയിട്ട് കുറേ മിഠായി കച്ചവടക്കാർ വേണ്ടി ഉണ്ടാക്കുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യണത്, ഇങ്ങനത്തെ അവസ്ഥകൾ പോകുന്നത്. അതെന്തായാലും ശരിയല്ല. എന്നാൽ ഒരാൾ പിന്നെ എല്ലാം റെഡിയായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും ഇങ്ങനെ പോകണം, നമ്മൾ പോകുമ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ കുറച്ചൊരു മിഠായി, നമ്മുടെ രോഗം ഒരു എക്ലെയർ പിടിച്ചോളി എന്ന് പറയണത് ഹറാമാണ് എന്നല്ല പറഞ്ഞ്. ഞാൻ പറയണത് മനസ്സിലാവുണ്ടോ അമീന? ഓക്കെ ആണോ? രണ്ടും രണ്ടാണ്. ഇന്ന് അതൊരു വലിയ എന്തോ ഒരു സംഭവമായിട്ട് നടത്തുന്നുണ്ട്, അത് ശരിയല്ല. അതല്ലാതെ ഇപ്പം എന്ത് ചെയ്തു, ഒരാൾ വേറെ പിന്നെ ഒരു മിഠായി കൊടുത്തു എന്നുള്ളത് കൊണ്ട് എന്തില്ല, ഒരു സന്തോഷത്തിന് ഒരു മിഠായി കൊടുത്തപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും, ഓരോ മിഠായി കൊടുക്കും. അല്ലേ, കണ്ടിട്ടില്ലേ? മിഠായി കൊടുക്കൽ, പ്രസവം കഴിഞ്ഞാൽ ഉടനെ മിഠായി കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിലുണ്ടോ? ഇല്ല, അത്രയല്ല. പക്ഷേ അവിടെ എന്ത് ചെയ്തു, നമ്മളൊരു സന്തോഷത്തിന്, ഇപ്പം നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ, സ്കൂളിലൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ മിഠായിയോ അല്ലെങ്കിൽ ലഡുവോ ചോക്ലേറ്റോ ഒക്കെ ആയിട്ട് കൊടുക്കൂലേ? ഇല്ലേ? അതൊന്നും കൊടുക്കല, വേഗം ആ സമയത്ത് വിളിച്ചോടല, വേഗം വീട്ടിൽ പോയിട്ടിരിക്കല, ഞാൻ മുട്ടായി ഒന്നും മേടിച്ചു തരൂല എന്ന് പറഞ്ഞിട്ട്. അല്ല അല്ലേ? നമ്മൾ കൊടുക്കും അല്ലേ? അതെന്താണ്, അത് ഇസ്ലാമിലുള്ള ഒരു കാര്യമൊന്നുമല്ല, മറിച്ച് നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടെന്നുള്ള ആ ഒരു അർത്ഥത്തിൽ ഒരാൾ കൊടുത്തു എന്നുള്ളത് കൊണ്ട് തെറ്റില്ല. പക്ഷേ കഴിയുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കൽ തന്നെയാണ് ഖൈർ. ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടയായിട്ടുണ്ടോ അല്ലെങ്കിൽ പഴംപൊരി ആയിട്ടുണ്ടോ? ഉണ്ടയോ പഴംപൊരിയോ ബോണ്ടയോ വല്ല ഡൗട്ടും ഉണ്ടോന്ന്? ഇല്ലെങ്കിൽ അടുത്തിലേക്ക് പോണേ നമുക്ക്. പറ. ഈ കല്യാണത്തിനൊക്കെ ഈ പെണ്ണും ചെക്കനും തമ്മിലുള്ള വയസ്സ് വ്യത്യാസം ഇതുവരെ പറ്റുള്ളൂ എന്നാണ് എന്തെങ്കിലും ഇസ്ലാമിൽ? എന്തോ ആ ഒരു ചോദ്യത്തിൽ ഒരു ദുരുദ്ദേശം ഉണ്ടല്ലോ. ഓക്കെ. ഇസ്ലാമിൽ അങ്ങനെ ഇത്ര വയസ്സ് എന്നുള്ള നിലക്ക് വന്നിട്ടില്ല. രണ്ടുപേരും തമ്മിൽ ഇത്ര വയസ്സ് വ്യത്യാസം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 25 വയസ്സുള്ളപ്പോൾ നബി കല്യാണം കഴിക്കുന്നത് 40 വയസ്സുള്ള ഖദീജ ബീവിനെയാണ്. നബിക്ക് 25 ഉള്ളൂ, പുരുഷൻ ആണിന് 25, പെണ്ണിന് 40. 15 വയസ്സ് നബിനേക്കാൾ കൂടുതലാണ് ആർക്ക്? നബിൻ്റെ ഭാര്യയ്ക്ക്. പിന്നെ നബി കല്യാണം കഴിക്കുന്നത് നബിൻ്റെ 50ാമത്തെ വയസ്സിലാണ്. അത് കല്യാണം കഴിക്കണ ആരെന്ന് വെച്ചാൽ 60 വയസ്സുള്ള സൗദ ബീവിനെയാണ്. നബിനേക്കാൾ 10 വയസ്സ് വീണ്ടും കൂടുതലാണ്.
പിന്നെ നബി കല്യാണം കഴിക്കുന്നത് നബിയുടെ 53-ാമത്തെ വയസ്സിലാണ്. അത് കല്യാണം കഴിക്കുന്നത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 വയസ്സുള്ള ആയിഷ ബീവിയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിക്കുന്നത് ഹഫ്സ ബീവിനെയാണ്. അന്ന് ഹഫ്സ ബീവിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 24 വയസ്സാണ്. ഇവിടെ എന്തില്ല, മതപരമായിട്ട് ഇന്ന പ്രായത്തിൽ എന്നുള്ള ഒന്നില്ല, അങ്ങനത്തെ ഒരു നിബന്ധന ഇല്ല. ഏത് പ്രായത്തിൽ വേണമെങ്കിലും കേട്ടോ. അതിൻ്റെ അർത്ഥം 5 വയസ്സുള്ള കുട്ടി പോയി കല്യാണം കഴിക്കണം എന്നല്ല. ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ നാട്ടിലൊരു പ്രായമുണ്ട്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം 21 വയസ്സ്, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്രയാ എത്ര അതൊന്നും അറിയില്ലേ? 18 വയസ്സ് അല്ലേ? 18 വയസ്സ്. ഓക്കെ. പെണ്ണിന് 18ഉം പുരുഷന് 21 മിനിമം ഉണ്ടാവണം. മിനിമാണ്. അത് മാക്സിമം എത്ര ചെയ്തു? 20, 25, പിന്നെ 21 എന്നുള്ളത് ആണിന് എന്ത് ചെയ്തു? 28ആയി, 30 അതിനൊന്നും പ്രശ്നമല്ല. പിന്നെ ഇത് നമ്മൾ മതപരമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. മതപരമായിട്ട് എന്തില്ല, ഇത്ര വയസ്സ് വ്യത്യാസം ഉണ്ടാവണം എന്നില്ല. എന്നാൽ ഇനി ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഭൗതികമായിട്ട് ചില കാര്യങ്ങൾ. മതപരമായിട്ട് എന്തില്ല, രണ്ടുപേരും ഓക്കെയാണ്, നല്ല ദീനുള്ള ആൾക്കാരാണോ എങ്കിൽ, ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബിയും വലിയ പ്രായ വ്യത്യാസമുണ്ട്. നബിയും ആയിഷ ബിയും വളരെയേറെ പ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവർ നല്ല മാതൃകാ ദമ്പതികളായി, നല്ല കപ്പിളുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ജീവിച്ചിട്ടുണ്ട്. അതിനൊരു പ്രശ്നമല്ല. മതപരമായിട്ട് അത് തെറ്റല്ല. എന്നാൽ ഭൗതികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ പ്രായ വ്യത്യാസം വലുതായിട്ടുണ്ടാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് സാധ്യത ഉണ്ടാവാറുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ 18 20 വയസ്സുള്ള ഒരു പെണ്ണ് കല്യാണം കഴിക്കണത് ഒരു 30 35 വയസ്സുള്ള ഒരാളെയാണെന്ന് വിചാരിക്കുക. അയാൾക്ക് ഫുള്ള് തന്തവൈബാക്കാരുണ്ടാകുക. ഈ പെണ്ണ് ഫുള്ള് കളിയായിരിക്കും, ഫുള്ള് ചാടിക്കളിയും ഓടിക്കളിയും. ഇയാളിങ്ങനെ എല്ലാത്തിനും കണ്ണുരുട്ടും. എന്നാൽ ഇയാളും അതേ മൈൻഡിലുള്ള ഒരാളാണെങ്കിലോ ഒരു കുഴപ്പമില്ല, രണ്ടാൾ ഉഷാറായിട്ട് പോകും. ഇപ്പം ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ കൗൺസിലിങ്ങിന് വേണ്ടി വരാറുണ്ട്. ഉണ്ടാകാന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും ഈ തരത്തിൽ വലിയ പ്രായ വ്യത്യാസമുള്ള ആൾക്കാരുണ്ടാവും. വലിയ പ്രായ വ്യത്യാസം. ഇപ്പം ഈ അടുത്തിൻ്റെ അടുത്ത് അങ്ങനെ എന്ത് വന്നു, 15 വയസ്സ് വ്യത്യാസമുണ്ട്. 15 വയസ്സ് ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ ഈ സ്ത്രീക്ക് ഏകദേശം 35 വയസ്സും ഭർത്താവിന് 50 വയസ്സുമാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിക്കണേൻ്റെ തെറ്റൊന്നുമില്ല, മതപരമായിട്ട് തെറ്റൊന്നുമില്ല. പക്ഷേ അവർക്കിടയിലുള്ള ബോണ്ടിങ് അത് ചിലപ്പോഴെന്ത് ചെയ്യാറുണ്ട്, ചില ആളുകൾക്കിടയിലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ തെറ്റാണ് എന്നല്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുകയാണോ ഒരു കുഴപ്പമില്ല, ഒരു പ്രായം പ്രശ്നമില്ല, നല്ല ഉഷാറായിട്ട് എന്ത് ചെയ്യാം, ജീവിക്കാം, നോ പ്രോബ്ലം. ഓക്കെ, ആലിയ ക്ലിയർ അല്ലേ? ആലിയ പോയാ? ഓക്കെ. ഇനി ആർക്കെങ്കിലും വല്ല ഡൗട്ടും ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോളൂ. ഞാൻ വേറെ വിഷയം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറ്റൂല. നിങ്ങളെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളെ ഉമ്മമാർ പറഞ്ഞിരുന്നു, മാഷാ അല്ലാഹ്, കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു, കുട്ടികൾക്ക് കുറേ സംശയങ്ങൾ തീർക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അത് വലിയൊരു ഹൈർ തന്നെയാണ്. എന്തുണ്ടോ? ഇത് ഇന്ന് കാര്യമായിട്ട് ഫുള്ള് വിവാഹത്തിൻ്റെ സംശയങ്ങളാണല്ലോ, വേറൊന്നും സംശയമില്ലേ? പ്രായം, അതേപോലെ തന്നെ മുട്ടായി കൊടുക്കൽ, അതേപോലെ തന്നെ പിന്നെന്താണ് എൻഗേജ്മെൻറ്റ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചോദിച്ചാൽ. അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് ബിൻതാഷിക്ക് നമുക്ക് ഒന്നും ചോദിക്കല്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ എന്തേ കടന്നുറങ്ങാം? രാത്രിയില് മുൽക്കു സജ്ജതയല്ലാണ്ട് വേറെ ഏതോ മുസബ്ബഹാത്തുകൾ ചൊല്ലുക എന്നുള്ളതുണ്ട്. മുസബ്ബഹാത്ത് ഒരു വർക്ക് ആയിക്കോട്ടെ എന്ന് എല്ലാവർക്കും. ഏതാണ് മുസബ്ബഹാത്ത്? 7 സൂറത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുസബ്ബഹാത്തുകൾ രാത്രി പാരായണം ചെയ്യാറുണ്ട്. ശ്രദ്ധിക്കണേ, ഇന്നത്തെ വർക്കാണ് മുസബ്ബഹാത്തുകൾ. എല്ലാ സൂറത്തും എഴുതണമെന്നല്ല, 7 സൂറത്തിൻ്റെ പേര് എഴുതണം. ആ സൂറത്ത് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞട്ടെ. 1 സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമ, സബ്ബഹ ലില്ലാ എന്ന് പറയും.
സബ്ബഹ എന്നായിരിക്കും പേര്. അല്ലെങ്കിൽ 2, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ യുസബ്ബിഹു എന്നുള്ള പ്രയോഗമായിരിക്കും. സബ്ബഹ അല്ലെങ്കിൽ യുസബ്ബിഹു. അല്ലെങ്കിലോ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, ആ വെച്ചിട്ടുള്ള പേര്. ഒന്ന് സബ്ബഹ, അല്ലെങ്കിൽ യുസബ്ബിഹു, അല്ലെങ്കിൽ സുബ്ഹാന. പിന്നെ 4-മത്തത് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. മനസ്സിലായല്ലേ? ഇങ്ങനെയുള്ള 7 സൂറത്തുകളുണ്ട്. സബ്ബിസ്മ ഒന്നാണ്, പക്ഷേ യുസബ്ബിഹു വെച്ചിട്ട് ഒന്നിലധികം സൂറത്തുകളുണ്ട്. സബ്ബഹ വെച്ചുകൊണ്ട് ഒന്നിലധികം സൂറത്തുകളുണ്ട്. സുബ്ഹാന വെച്ചുകൊണ്ട് ഒരു സൂറത്ത് ഇസ്രാ ഉണ്ട്. 2 ഞാൻ തന്നെ പറഞ്ഞു. ഒന്ന് സൂറത്തുൽ അഅല, മറ്റൊന്ന് സൂറത്തു ഇസ്രാ. ബാക്കിയുള്ളത് ഏതാണ്? 5 എണ്ണങ്ങൾ കണ്ടുപിടിക്കണം. യുസബ്ബിഹ് വെച്ചുകൊണ്ട്, സബ്ബഹ വെച്ചുകൊണ്ട്. മനസ്സിലായോ അല്ലേ? ടീച്ചർ കേൾക്കുന്നുണ്ടല്ലോ? ടീച്ചർ കേൾക്കുന്നില്ലേ? മുസബ്ബഹാത്നാണോ? മുസബ്ബഹാത്ത്. ടീച്ചർ കേൾക്കുന്നുണ്ടോ? ചെറുതിലുണ്ടല്ലോ. കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇതാണ് ഒരുക്കുന്നുള്ള ഒരു വർക്കട്ടല്ലേ? സബ്ബഹാത്തുകൾ 7 സൂറത്തുകൾ കണ്ടുപിടിക്കുക. നിങ്ങളൊന്ന് ഖുറാൻ മറിച്ച് നോക്കിയാൽ മതി. ഖുറാൻ അങ്ങനെ മറിച്ച് നോക്കി കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ പറഞ്ഞു വന്നത് അയിമയല്ലേ ഇപ്പൊ ചോദിച്ചേ? ഓക്കെ. അതായത് രാത്രി ചൊല്ലേണ്ട സൂറത്തുകളിൽ ഒന്ന് സൂറത്ത് മുൽക്ക് തന്നെയാണ്. നേരെ കേട്ടോ, വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ പറ്റും, ഇന്ന ഫിൽ ഖുർആനിലെ സൂറ, ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, 30 ആയ 30 ആയത്തുകളുള്ള. ആ 30 ആയത്തുകളുള്ള ആ ഒരു സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ അവർക്ക് ഖബറിൽ വിചാരണ ഉണ്ടാവില്ല. മറ്റൊരു ഹദീസിൽ അവർക്ക് ശഫാഅത്ത് ലഭിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത് തബാറക്കയാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന 30 ആയത്തുകളുള്ള ആ ഒരു ചെറിയ സൂറത്ത്. ആകെ നമുക്ക് വേണ്ടി വരിക അത് ചൊല്ലാൻ 5 മിനിറ്റാണ്. നമ്മൾ ചിലപ്പോൾ ഫോൺ എടുത്തിട്ട് 50 മിനിറ്റും 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ചിലവഴിക്കും. എന്നാൽ 5 മിനിറ്റ് ഇത് ഓതാൻ വേണ്ടി മാറ്റി വെച്ചാൽ ഇത് വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ്. നമ്മൾ മറക്കരുത്. രാത്രി ചൊല്ലേണ്ട ഒരു സൂറത്ത് അതാണ്. മറ്റൊന്ന് നാസ്, ഫലക്ക്, ഇഖ്ലാസ് 3 തവണ വീതമാണ്. പിന്നുള്ളത് സജദ എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാറുണ്ട്? ചൊല്ലാറുണ്ട്. പിന്നുള്ളതാണ് ഈ പറഞ്ഞ മുസബ്ബഹാത്തുകൾ. അത് ചൊല്ലുകയാണെങ്കിൽ എന്ത് ചെയ്യുക? പുണ്യമുള്ളതാണ്. ഓക്കെ. സജദ ശരിക്ക് എന്താണ് രാത്രിയിൽ ചൊല്ലാൻ പറ്റുന്നതായിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ കറക്റ്റ് കേട്ടിട്ടില്ല. ഞാൻ വായിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഇതുണ്ട്. ഈ 7 സൂറത്തുകളെ കുറിച്ച് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മുൽക്ക് എന്തായാലും ഉണ്ട്, അതിൽ യാതൊരു സംശയമില്ല. പിന്നുള്ളത് എല്ലാ ദിവസവും ചൊല്ലേണ്ട ഒരു സൂറത്താണ് സൂറത്തു ബക്കറ എന്നുള്ളത്. ബക്കറക്ക് വലിയ പ്രാധാന്യമുണ്ട്. ബക്കറ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ പിന്നെ പിശാജ് കയറുന്നല്ല എന്ന്, അത്രയും പ്രാധാന്യമുള്ളതാണ്. പിശാജിന് അവിടെ എന്തില്ല, ഒരു റോളും ഉണ്ടാവില്ല. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉസ്താദ് ഇപ്പൊ പറഞ്ഞ ഹോംവർക്ക് ഇല്ലേ, എന്താ വർക്ക്, അതൊക്കെ ക്ലിയർ ആയി മനസ്സിലായില്ല. വിശുദ്ധ ഖുർആനിൽ 7 സൂറത്തുകളുണ്ട്. ആ 7 സൂറത്തുകളുടെ പേരുകൾ എഴുതുക. മുസബ്ബഹാത്തുകൾ എന്നാണ് ആ സൂറത്തുകളുടെ പേര്. പൂർണ്ണമായിട്ട് എല്ലാത്തിനും കൂടിയും പറയുക മുസബ്ബഹാത്ത് എന്നാണ്. അതായത് അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സുബ്ഹാന എന്ന് വെച്ചുകൊണ്ടായിരിക്കും ഉണ്ടാകുക, അല്ലെങ്കിൽ സബ്ബഹ എന്ന് വെച്ചുകൊണ്ടാണ് ഉണ്ടാകുക, അല്ലെങ്കിൽ യുസബ്ബിഹു എന്ന് വെച്ചുകൊണ്ടാണ് ഉണ്ടാകുക. ആ തരത്തിലുള്ള സൂറത്തുകൾ അതെന്ത് ചെയ്യണം? എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, റെഡി? ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതെ, ഈ മരിച്ച വീട്ടിലൊക്കെ ദിക്ർ ചൊല്ലിയിട്ട് ചീരിന് കൊടുക്കൂലേ, അത് തിന്നാൻ പാടില്ലാന്നുണ്ടോ? ഭക്ഷണത്തിന്മേണല്ലേ? ഓക്കെ. അതായത് പൊതുവെ നമ്മുടെ നാട്ടിൽ ചെയ്യാറുള്ള ഒരു കാര്യമാണ്, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വീട്ടിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും
മയ്യത്ത് ഖബറടക്കി വരുമ്പോഴേക്ക് ആ വീട്ടിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. പിന്നെ മൂന്ന് ദിവസം കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ 7-ൻ്റെ അന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നു. ഇങ്ങനെ കുറേ ഒരു ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ വിഷയം എന്താ വെച്ചാൽ ഏത് കാര്യത്തിലും നമുക്ക് എന്തുണ്ട്, ഇസ്ലാമികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നോക്കുക എന്ന് പറഞ്ഞാൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആളുകൾ മരണപ്പെട്ട സമയത്ത്, വഫാത്തായ സമയത്ത് നബി എന്താണ് അവരോട് ചെയ്തത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വീട്ടിൽ തന്നെ ശരിക്കും ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അവരാകുമ്പോൾ ഒരു മാനസികാവസ്ഥയിലല്ല ഉണ്ടാവുക. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് മനസ്സ് തോന്നും ഇല്ലേ, നമ്മൾ ആ ഒരു മനസ്സിൽ ഭയങ്കര വിഷമത്തിലിരിക്കുകയായിരിക്കും. എങ്കിൽ അടുത്ത വീട്ടിലുള്ള ആളുകൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എന്ത് ചെയ്യണത്, ശരിക്കും ഇസ്ലാം പോലും പഠിപ്പിക്കണത്. മറ്റുള്ളവർ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ വീട്ടിലുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊരു ഭക്ഷണത്തിനുള്ള ഒരു ദിവസമായിട്ട് കണ്ട് അങ്ങനെ കുറേ ചീരണികളും മറ്റൊക്കെ ആയിട്ട് കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്. അതെന്തായാലും മതപരമായി പഠിപ്പിക്കപ്പെട്ട ഒന്നല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 ഭാര്യമാർ മരണപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഖദീജ റളിയല്ലാഹു അൻഹയാണ്, മറ്റൊന്ന് സൈനബ് ബിൻത്ത് ഖുസൈമയാണ്. ഈ 2 ഭാര്യമാർ മരണപ്പെട്ടിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വീട്ടിൽ എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനൊരു ചീരന് ഉണ്ടാക്കിയിട്ട് സ്വഹാബത്തിനെ വിളിച്ച് കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 6 മക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. 6 മക്കൾ മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കളിൽ പലരും മരണപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയപ്പെട്ട രൂപത്തിലുള്ള ഭക്ഷണ വിതരണമോ മറ്റോ നിർവഹിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? ഓക്കെ. അപ്പോൾ അതെന്തല്ല, മതപരമായിട്ട് ഇല്ലാത്ത ഒരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ വിട്ടു നിൽക്കണം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നത്തോടു കൂടി തീരാട്ടോ, പിന്നെ നിങ്ങൾക്ക് ഡൗട്ടിന് ഇതുണ്ടാവില്ല. ഞാൻ ഇന്ന് വേറൊരു വിഷയം എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഡൗട്ട് ചില ആൾക്കാരിങ്ങനെ പേഴ്സണലായിട്ട് ചോദിച്ചപ്പോൾ ഞാൻ ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞതാ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, നമുക്ക് ചോദ്യം ചോദിക്കാന്നുള്ളതിലൊക്കെ ഉണ്ടായത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറ്റൂല്ലേ? ഉണ്ടോ അല്ല ഡൗട്ട് ഉണ്ടോ? ഇല്ല. എന്നാൽ എനിക്ക് ഇനി വേറെ നിങ്ങളാർക്കും ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ ചോദിക്കാം. നിങ്ങൾക്കാർക്കും ചോദിക്കാനില്ലെങ്കിൽ ഞാൻ ചോദിക്കാം. ചോദിക്കണ്ടോ? വേഗം പറയും. ഫാത്തിമ സിയക്ക് എന്തോ ഒരു സംശയമുണ്ട്. ഫാത്തിമ സിയ ഒന്ന് മൈക്ക് ഓണാക്കിയേ. ആ സംശയം ചോദിച്ചാൽ മടിച്ച് നിൽക്കുന്നുണ്ട്. പറഞ്ഞോ വേഗം പറ. മൈക്ക് ഓണാക്ക്. ഈ ജമ്മും കസറും കുട്ടിയെന്ന് പറഞ്ഞോ? ഗുഡ്, അടിപൊളി ചോദ്യം. ഇങ്ങനത്തെ ചോദ്യങ്ങളെ വേണ്ടേ, അല്ലാതെ എപ്പോഴും നിങ്ങൾ എൻഗേജ്മെന്റും ഇരിക്കല്ലേ അല്ലേ? ഓക്കെ, നല്ല ചോദ്യമാണ്. ജംഅ് ഖസ്ർ നേരെ ശ്രദ്ധിച്ചോളിട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി ഒരു ഭാഗം വരുന്നുണ്ട്. ഞാൻ ഇന്ന് പറയണമെന്ന് വിചാരിച്ച ഭാഗം മടി കൂടാതെ എങ്ങനെ നിസ്കരിക്കുക എന്നുള്ളതാണ്. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു എളുപ്പത്തിൽ നല്ല ഉന്മേഷത്തോടു കൂടി നിസ്കരിക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളത് നമുക്ക് പറയാം. അത് പിന്നീട് ഒരു ക്ലാസ് എടുത്തുതരാം. ഇപ്പം ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ജംഅ് ഖസ്ർ. പൊതുവെ കുറേ ആളുകൾക്ക് ഡൗട്ടുള്ള മേഖലയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വീണ്ടും ചോദിക്കും, അല്ലേ ഞാനിങ്ങനെ ഇങ്ങോട്ട് പോവുകയാണ്, അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടേക്കും. ആ പോണ സമയത്ത് നമ്മളെ വിളിക്കുക, നമ്മളെന്തെങ്കിലും പരിപാടിയിലായിരിക്കും. ഇത് നിങ്ങളിപ്പോൾ തന്നെ ഇങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റും. 2 കാര്യങ്ങൾ, ജംഅ് ഖസ്ർ രണ്ടും 2ആണ്. ഈ കൈയും തമ്മിൽ വ്യത്യാസം ഉണ്ടോ അല്ലേ? രണ്ടും ഒന്നാ അല്ല. എങ്കിൽ ഒന്ന് ജംആണ്, മറ്റൊന്ന് ഖസ്റാണ്. രണ്ടും 2ആണ്. അത്രയാണ് മനസ്സിലാക്കുന്നത്. ജംഅ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നമസ്കാരത്തെ കൂട്ടി നിസ്കരിക്കാം. ളുഹറിൻ്റെ സമയത്ത് അസറിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ അസറിൻ്റെ സമയത്ത് ളുഹറിനെ അങ്ങോട്ട് കൊണ്ടുപോകുക. മനസ്സിലാക്കി തരാം. അസർ ളുഹർ, ഒന്നുകിൽ അസർ എന്ത് ചെയ്യുക അങ്ങോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ളുഹറിനെതിരെ അങ്ങോട്ട് കൊണ്ടുപോകുക.
കഴിഞ്ഞോ? മനസ്സിലായല്ലേ? ഓക്കെ. അതിൽ വേറൊന്നും ഉണ്ടാവില്ല. അസറും 4 നിസ്കരിക്കണം, ലുഹറും 4 നിസ്കരിക്കണം. കുറക്കലുണ്ടാവില്ല. ജമ എന്ന് പറഞ്ഞാൽ കൂട്ടുക എന്നാണ്. ജമ എന്ന് പറഞ്ഞാൽ ഒരുമിപ്പിക്കുക എന്നാണ്. അങ്ങനെ കൂട്ടി നിസ്കരിക്കൽ, അതാണ് ജമ. എപ്പോഴാണ് ജമ ചെയ്യുക എന്ന് ചോദിച്ചാൽ അൽ ജമഉ ലിൽ ഹാജ, ആവശ്യം, ഒരു അത്യാവശ്യം വരുമ്പോൾ എന്ത് ചെയ്യുക? ജമ ചെയ്യുക. ആ അത്യാവശ്യം എന്താന്ന് പറഞ്ഞുതരാം. നല്ല മഴ പെയ്യണം എങ്കിൽ ഇസ്ലാമിൽ എന്തുണ്ട്? 2 നിസ്കാരത്തെ ഒരുമിപ്പിച്ച് നിസ്കരിക്കാം. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ പെട്ടെന്ന് അത് ചെയ്യാറുണ്ട് അല്ലേ? ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. അതായത് ഇപ്പോൾ നല്ല മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോഹറിൻ്റെ സമയത്ത് തന്നെ പറയും അസർ നിസ്കാരം കൂടി ഉണ്ട് അറിയും. അങ്ങനെ എന്ത് ചെയ്യും? ലോഹർ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഇഖാമത്ത് വിളിക്കും, അസർ നിസ്കരിക്കും. പിന്നെ എന്തുണ്ടാവില്ല? അസർ നിസ്കാരം അവിടെ ഉണ്ടാവില്ല. ജമാഅത്ത് ഉണ്ടാവില്ല. ബാങ്ക് കൊടുക്കും, ബാങ്ക് കൊടുക്കാൻ ആൾ വരും, ബാങ്ക് കൊടുക്കും. അല്ലാതെ എന്തുണ്ടാവില്ല? ജമാഅത്ത് ഉണ്ടാവില്ല, ജമാഅത്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ മഗ്രിബും ഇശാവും, മഗ്രിബിൻ്റെ സമയത്ത് തന്നെ എന്ത് ചെയ്യും? ഇശാ നിസ്കാരം കഴിയും. പിന്നെ സ്വസ്ഥമായി വീട്ടിലിരുന്നാൽ മതി. എന്ത് വേണ്ട? പള്ളിക്ക് വരണ്ട, ഇശാവിന് പള്ളിക്ക് വരണ്ട. നല്ല മഴ ഉള്ള സമയത്ത്, അതേപോലെ തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. അങ്ങനത്തെ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യാം? ഈ ജംഅ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഒരു ഡോക്ടർ ഏകദേശം ഒരു 8 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഓപ്പറേഷൻ ചെയ്യുകയാണെന്ന് വിചാരിച്ചു. 8 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂറൊക്കെ ഉള്ള ദൈർഘ്യമുള്ള ഒരു ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അയാൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അറിയാൻ പിന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിസ്കരിക്കാൻ പറ്റില്ല. എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ജംഅ ചെയ്യാം. അല്ലെങ്കിൽ രോഗിയാണ്, ആ രോഗിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, മണിക്കൂറുകളോളം നീളുന്ന ഒരു സർജറിയാണ്, അല്ലെങ്കിൽ അങ്ങനെ അയാൾ അതിൻ്റെ ഉള്ളിലായിരിക്കും, അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല, നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല, എങ്കിൽ അയാൾക്ക് നേരത്തെ തന്നെ എന്ത് ചെയ്യാം? ജംഅ ചെയ്യാം. മനസ്സിലായോ അല്ലേ? ഇയാൾ അത് കഴിഞ്ഞിട്ട് ജംഅ ചെയ്താലും കുഴപ്പമില്ല. മനസ്സിലായോ അല്ലേ? ക്ലിയർ ആണോ? പിന്നെ ഉസ്താദേ, അത് കഴിഞ്ഞിട്ടില്ല ഉസ്താദെ, ഒരു മിനിറ്റ്. ജംഅ മാത്രമേ പറഞ്ഞു. ഇനി കസ്ർ കൂടി പറയാനുണ്ട്. കസ്ർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കി നിസ്കരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ചുരുക്കുക. ചുരുക്കുക എന്ന് പറഞ്ഞാൽ 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ 2 റക്അത്താക്കിയിട്ട് ചുരുക്കുക. ഉദാഹരണം, ളുഹർ നമസ്കാരം 4 പക്ഷേ 2 നിസ്കരിക്കാം. അസർ നമസ്കാരം 4 പക്ഷേ 2 നിസ്കരിക്കാം. ഇശാ നമസ്കാരം 4 പക്ഷേ 2 നിസ്കരിക്കാം. മഗ്രിബ് നമസ്കാരം 3 പക്ഷേ 2 നിസ്കരിക്കാൻ പറ്റൂല. അത് 3 തന്നെ നിസ്കരിക്കണം. അത് 3 തന്നെ നിസ്കരിക്കണം. അതിലെന്തില്ല? കുറക്കാൻ പറ്റൂല. 4 റക്അത്തുള്ളത് മാത്രം അതിൻ്റെ പകുതി 2 എന്ത് ചെയ്യാം? നിസ്കരിക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആണോ അല്ലേ? ഇത് യാത്രക്കാർക്ക് മാത്രമുള്ളൂ ഈ ഇളവ്. യാത്രക്കാർക്ക് മാത്രം. ഖസ്ർ ചെയ്യുക എന്നുള്ളത് യാത്രക്കാരാണ്. യാത്ര എന്ന് പറയാൻ പറ്റുന്നത് എന്താണോ അത്. ഒരാൾ 1 കിലോമീറ്റർ അപ്പുറത്ത് പോയി ഞാൻ യാത്ര ചെയ്യാണ്, അത് പറയോ? 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് യാത്ര എന്നറിയും? ഇല്ല. ഒരു യാത്ര എന്ന് പറയാൻ പറ്റുന്ന അയാളുടെ ബാഗൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്ന ഒരു രൂപമാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് സമയം ദീർഘിക്കുന്ന രൂപമാണെങ്കിൽ എന്ത് ചെയ്യാം? അയാൾക്ക് യാത്രക്കാരൻ എന്ന് പറയാം. മനസ്സിലാവണുണ്ടോ അല്ലേ? അയാൾക്ക് എന്ത് ചെയ്യാം? ചുരുക്കി നമസ്കരിക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? 4 റക്അത്തുള്ളതൊക്കെ 2 റക്അത്തായിട്ട് നമസ്കരിക്കാം. സംശയമുണ്ടോ? ഇല്ല. സംശയമുണ്ടോ? ഇല്ല. ഓക്കെ. ഇതാണ് ജംഉം ഖസ്റും. ജംഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടി നിസ്കരിക്കലാണ്. ഖസ്ർ എന്ന് പറഞ്ഞാൽ ചുരുക്കി നമസ്കരിക്കലാണ്. ഇനി ഡൗട്ട് ഉണ്ടോ? നമ്മള് വൈകുന്നേര സമയത്ത് തലശ്ശേരിയിലേക്ക് യാത്ര പോവും വരും ചെയ്യും നാട്ടിലേക്ക്. ആ. അപ്പൊ ട്രെയിന് ഇടക്കാണ് പിടിക്കുക. ആ. 5:45 അവിടുന്ന് ഇങ്ങോട്ട് വരാണെങ്കിൽ ചിലപ്പോ ട്രെയിന് പിടിച്ചിട്ടില്ലെങ്കിൽ 7:15 ഇവിടെ എത്തും. അപ്പം മഗ്‌രിബ് നിസ്കാരം കിട്ടും. ട്രെയിന് പിടിച്ചാല് കിട്ടൂല. അപ്പം ജമ്മാക്കിക്കൂടെ? ഓക്കെ. നിങ്ങൾ എവിടുന്നാണ് പുറപ്പെടുന്നേ? തലശ്ശേരി. തലശ്ശേരിന്ന് എങ്ങോട്ട്? കോഴിക്കോട്. കോഴിക്കോട്. ഓക്കെ. കോഴിക്കോട് ടു തലശ്ശേരി ഏകദേശം ഒരു 1.5 മണിക്കൂർ ചിലപ്പോൾ വരാറുണ്ട് അല്ലേ? ആ. ഓക്കെ. അവിടെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിന് പിടിക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മഗ്‌രിബിൻ്റെ സമയമാകുമ്പോൾ മഗ്‌രിബ് എന്ത് ചെയ്യാണ്? നമ്മൾ ഇശായിലേക്ക് കൊണ്ടുപോകാം. ഖസ്ർ ചെയ്യണ്ട, നമുക്ക് ജംഅ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ നേരെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം മഗ്‌രിബ് 3, ഇശാ 4. കാരണം വലിയ ദൂരമൊന്നുമില്ല. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? തലശ്ശേരിയിൽ നിന്ന് എറണാകുളത്തേക്ക് വരികയാണ്. ഉച്ചക്ക്
ഒരു പിന്നെ 11 മണിക്കാണ് ഇറങ്ങണേ, അല്ലെങ്കിൽ രാവിലെ ഒരു 11 മണിക്ക് ഇറങ്ങേണ്ട വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ യാത്ര പുറപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വഴിയിൽ വെച്ചിട്ട് നിസ്കരിക്കുമ്പോൾ ളുഹ്ർ 2ഉം അസർ 2ഉം നിസ്കരിച്ചാൽ മതി. നിങ്ങൾ എറണാകുളത്ത് എത്തുന്നത് ഒരു 5 മണിക്കാണെങ്കിൽ നിങ്ങൾ അപ്പോൾ ളുഹ്ർ നിസ്കരിക്കന്നെ വേണ്ട, അപ്പം നിസ്കരിക്കണ്ട. അവിടെ എത്തിയതിന് ശേഷം 5 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുക, 2 ളുഹ്ർ നിസ്കരിക്കുക, 2 അസർ നിസ്കരിക്കുക. എന്നാൽ നിങ്ങൾ എത്തുന്നത് പിന്നെ ഒരു 8 മണിയാകും എന്ന് തോന്നിക്കഴിഞ്ഞാലോ നിങ്ങൾ വാഹനത്തിൽ തന്നെ എന്ത് ചെയ്യണം, 2 ആയിട്ട് നിസ്കരിക്കണം. മനസ്സിലാവുണ്ടോ? ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? മർസിയ ഓക്കെ അല്ലേ നമ്മുടെ? ആ. ഓക്കെ. എന്നാൽ ഇനി നമ്മൾ ഹനിയാന്റെ ചോദ്യത്തിന് വേണ്ടി പ്രതീക്ഷിക്കണം. ഹനിയ നിങ്ങളോട് ചോദ്യം ചോദിക്കും, അല്ല എന്നോട് ചോദിക്കും. ഓക്കെ, ഹനിയ പറയാം. ഹനിയ പോയാ? ഹനിയ കുയ്. ഹലോ 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 ഹനിയ, താത്ത പോയാലോ? എനിക്കൊന്നും ചോദിക്കാനില്ല. അനക്ക് എന്തോ ചോദിക്കാനുണ്ട്, ഇജ്ജ് എന്തോ വെറുതെ പറയാം. അനക്ക് ചോദിക്കാനില്ല, അനക്ക് എന്തോ ചോദിക്കാനുണ്ട്. ഇപ്പം അതിൽ ഇനി ചോദ്യം ചോദിക്കാത്ത ആൾക്കാർക്കാണ് അവസരം കേട്ടോ. ഓരോ എന്തായാലും ചോദിക്കണം. ഒന്ന് ബിൻതാഷിക്കാണ്, ഒന്ന് ഫാത്തിമ താത്തയാണ്, പിന്നെ ഐമി ചോദിച്ചു, ഫാത്തിമ സിയ ചോദിച്ചു, മർജിയ ചോദിച്ചു, റിഫ ചോദിച്ചു. ഐഫോൺ പേരില്ലാത്ത കുട്ടിയായതുകൊണ്ട് നമ്മൾ ചോദിക്കണ്ട. അമീന ചോദിച്ചു, ഹനിയ അഞ്ച് ചോദിക്കണം, പിന്നെ ആരാ, ഫാത്തിമ നഷ്മീൻ ചോദിച്ചു. ഓക്കെ, അപ്പോൾ എന്നാൽ ബിൻതാഷിക്കിനും ചോദിക്കാൻ അവസരമുണ്ട്, ഹനിയാക്കും അവസരമുണ്ട്. ഫാത്തിമ കൊണ്ട് അല്ല, ഫാത്തിമ അല്ല ഇപ്പോൾ പറയും, എൻ്റെ വല്യമാനോട് ഞാൻ ഇപ്പോൾ പരാതി അറിയാറ്. എന്താണ് ഐമി പറഞ്ഞോ? ആര് ചോദിക്കാനുണ്ടെങ്കിൽ ഐമി ചോദിച്ചോ, കുഴപ്പമില്ല. ആ, ഈ ഓപ്പറേഷന് പോകുമ്പോഴേ ആ, കുറച്ചേരം മുന്നേ അനസ്തീഷ്യ കൊടുക്കല്ലോ. ആ. ആ സമയത്ത് വേദന കൂടുതലാണെങ്കിൽ ഈ 4 നമസ്കരിക്കുന്നതിന് പകരം അത് 1-2 ആക്കാൻ പറ്റും, അങ്ങനെ എന്തോ ഉണ്ടോ? അത് യാത്രക്കാർക്ക് മാത്രമാണ് ഖസ്ർ ചെയ്യാൻ, ചുരുക്കി നിസ്കരിക്കാൻ അനുവാദമുള്ളൂ. ചുരുക്കി നിസ്കരിക്കുക. അപ്പോൾ ഒരാൾ ഓപ്പറേഷൻ തിയേറ്ററിലാണ്, അയാൾ ICUവിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുകയാണ്. അയാൾക്ക് സ്വബോധമുള്ളൊരു സമയമാണെങ്കിൽ, സ്വബോധമുള്ള സമയമാണെങ്കിൽ അയാൾ എഴുന്നേറ്റ് തന്നെ നിസ്കരിക്കണം എന്നല്ല പറഞ്ഞിട്ടില്ല. അയാൾക്ക് എങ്ങനെയാണോ കഴിയുന്നത് അങ്ങനെ നിസ്കരിച്ചാൽ മതി. അയാൾ ഇങ്ങനെ കിടക്കുകയാണ് എങ്കിൽ ആ കിടത്തത്തിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ നിസ്കരിക്കാം, പക്ഷെ 4 നിസ്കരിക്കണം. എന്നാൽ അയാൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഹൈമിൻ്റെ വീട് എവിടെ ഇരുന്നു? കാപ്പാട്. കാപ്പാട്. ആ, കാപ്പാടുള്ള പിന്നെ ഒരാൾ തിരുവനന്തപുരത്താണെന്ന് വിചാരിച്ചോ, അപ്പോൾ യാത്രക്കാരനാണല്ലോ. അല്ലെങ്കിൽ എറണാകുളത്താണ്, യാത്രക്കാരനാണ്, അപ്പോൾ പ്രശ്നമില്ല. അല്ലാതെ കാപ്പാടുന്ന് നേരെ അപ്പുറത്തുള്ള തൊട്ടപ്പുറത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ യാത്രക്കാരനല്ല, അപ്പോൾ രോഗി മാത്രമേ ആവണുള്ളൂ. ഓക്കെ, എന്നാൽ ഫാത്തിമ നഷ്മക്ക് എന്തോ ഡൗട്ട് ഉണ്ടല്ലോ, കൈ വന്ദിച്ചിട്ട്. നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ നിസ്കരിക്കുന്ന ടൈമായ എന്താ പറഞ്ഞത്? നമ്മൾ വാഹനത്തിൽ അപ്പോൾ നിസ്കരിക്കുന്ന സമയം അപ്പോൾ കിബ്ലേക്ക് വല്ല ആ, അതാ ഞാൻ ആൺകുട്ടികളുടെ ക്ലാസ്സിലാണ് ചോദിച്ചേ, പെൺകുട്ടികളുടെ ക്ലാസ് പറയണല്ലോ അല്ലേ. ഓക്കെ, ആൺകുട്ടികളുടെ ക്ലാസ്സിൽ ആ ചോദ്യം വന്നിരുന്നു. അതായത് നമ്മുടെ പ്രൈവറ്റ് വാഹനമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പള്ളി എവിടെയാണുള്ളത് ആ പള്ളിൻ്റെ ഭാഗത്ത് നിർത്തുക, പള്ളിയിൽ നിസ്കരിക്കുക. എന്നാൽ നമുക്ക് തൊട്ടടുത്ത് പള്ളിയൊന്നുമില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മുസല്ലേ മറ്റൊക്കെ വണ്ടിയിലുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, അത് പുറത്തിട്ടിട്ട് നമുക്ക് നിസ്കരിക്കാം. എന്നാൽ ശക്തമായ മഴയാണ്, അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി നിസ്കരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്, നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിലിരുന്നിട്ട് നിസ്കരിക്കാം, കുഴപ്പമില്ല. കിബിലയുടെ ഭാഗത്തേക്ക് തിരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നമ്മൾ തിരിക്കും വേണം, എന്നിട്ട് അങ്ങനെ ഇരിക്കാം, ഇരുന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്നാൽ നമ്മൾ KSRTC പോവുകയാണ്, പൊതുവാഹനമാണല്ലോ അല്ലേ, അല്ലെങ്കിൽ ട്രെയിനിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ ട്രെയിൻ ഒന്നും കൂടി ഒന്ന് ഞാൻ എൻ്റെ കിബിലൊന്ന് നോക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ ഫ്ലൈറ്റ് തിരിച്ചാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളെവിടെയാണോ ഇരിക്കണത് അവിടെ, ഉദാഹരണം ഇപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, ഫ്ലൈറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട് ഇങ്ങനെ പോവുകയാണ്, അല്ലെങ്കിൽ ട്രെയിനിൽ ഇങ്ങനെ പോവുകയാണ്, എനിക്ക് വേറെ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ ചെയ്യേണ്ടത് എന്താ, അങ്ങനെയൊക്കെ അല്ലാഹു അക്ബർ
സമി അല്ലാഹു ലിമൻ ഹമിദ. പിന്നെ എന്ത് ചെയ്യുക? നേരെ ഇങ്ങനെ എന്നിട്ട് അല്ലാഹു അക്ബർ കുറച്ചും കൂടി താഴ്ത്തിയിട്ട് ആക്കുക. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് അറിയില്ലേ? നിസ്കരിക്കാൻ അറിയില്ലേ? ഇരുന്ന് നിസ്കരിക്കാൻ അറിയില്ലേ? ഇല്ലെങ്കിൽ കാണിച്ചു തരും, ഒരു കുഴപ്പമില്ല. അറിയോ? അറിയാം എല്ലാവർക്കും അറിയില്ലേ? അറിയാം ആ ഓക്കെ. ആ എന്നാ ഇനി എന്താ ഡൗട്ട് ഉള്ളേ? ഉസ്താദേ ആ അതെ ആ ഖുർആൻ ഓതുമ്പോഴുള്ള സുജൂദില്ലേ ആ അത് ചെയ്യുമ്പോ തട്ടം മാത്രം ഇട്ട് ചെയ്താൽ മതിയാ? ഔറത്ത് മറക്കണമെന്നുണ്ടോ? ഖുർആൻ ഓതുമ്പോൾ തന്നെ സുജൂദ് ചെയ്യുക എന്നുള്ളതല്ല, ഖുർആൻ ഓതുന്നത് തന്നെ കഴിയുന്നതും നമ്മൾ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട്. കാരണം അള്ളാഹിൻ്റെ ഖുർആനാണല്ലേ നമ്മൾ ഓതുന്നത്, അള്ളാഹിൻ്റെ കലാമാണ്. അപ്പോൾ കഴിയുന്നതും നമ്മൾ എന്ത് ചെയ്യണം? നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അതിൽ മര്യാദകൾ തന്നെ ഞാനൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് മിസ്വാക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ വുദു എടുക്കുക, അല്ല ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് ഖുർആൻ ഓതാനിരിക്കേണ്ടത്. ലിയാനയും ഷെസയും വർത്തമാനം പറയുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ കഴിയുന്നത് എന്ത് ചെയ്യണം? നമ്മൾ പിന്നെ ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ടാണ് ഇരിക്കേണ്ടത്. എന്നാൽ നിങ്ങൾ പിന്നെ സാധാരണ ഒരു വേഷമാണ് ധരിച്ചിട്ടുള്ളത്, വേണമെങ്കിൽ തട്ടം ഇട്ടിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചു. തട്ടിട്ടില്ല, നമ്മളിങ്ങനെ ഓർമ്മയുള്ളത് ഇങ്ങനെ ഖുർആൻ ഓതുകയാണ് എങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്തു? നമ്മളിങ്ങനെ ഓതുന്ന സമയത്ത് സുജൂദിൻ്റെ ആയത്തെത്തി എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നേരെ സുജൂദിന് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. തട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടൊന്നും കുഴപ്പമില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ഖുർആൻ ഓതുമ്പോൾ ഈ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ പോകലാണ് ഖൈർ. ഇനി വല്ല ഡൗട്ടും ഉണ്ടായിട്ടുണ്ടോ? ആ ഡൗട്ട് ചോദിച്ചപ്പോഴേക്ക് ഹനിയ പോയോ? ആ ഇല്ല, അവിടെ ഉണ്ട്. ഹനിയക്ക് ഡൗട്ടില്ലല്ലോ? ചാൻസ് ആണ് മോളെ, പിന്നെ കിട്ടൂല. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഉസ്താദേ ആ അതെ എന്റെ സ്കൂൾ ഒരു ക്രിസ്ത്യൻ സ്കൂൾ പോലത്തെ സ്കൂളാണ്. ആ അപ്പൊ അവിടെ സ്മാർട്ട് റൂമിലൊക്കെ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട്. പക്ഷെ HM ചീത്ത പറയും ഉം. നിസ്കരിക്കാൻ പോയാ. അപ്പൊ വീട്ടിൽ വന്ന് നിസ്കരിക്കാൻ പറ്റുമോ? പിന്നെ അല്ലാതെ എന്താ ചെയ്യുക? HM പിടിച്ച് തല്ലാൻ പറ്റുമോ? നമുക്ക് അവിടെ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ നിസ്കാരം ആ സമയം സൗകര്യം ഉപയോഗപ്പെടുത്താം. ഇല്ലെങ്കിൽ എങ്ങനെയാണോ നമുക്ക് സൗകര്യം, നമ്മൾ വേഗം വീട്ടിലേക്ക് വന്നതിന് ആദ്യം ചെയ്യേണ്ട എന്താണ്? നിസ്കാരാകുക. അങ്ങനെ ചെയ്താലും മതി. അവിടെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ സൗകര്യം ഉപയോഗപ്പെടുത്താം. അപ്പൊ ആദ്യം ഏതാ നിസ്കരിക്കണ്ടേ? ആദ്യം ദുഹർ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല ഉണ്ടെങ്കിൽ വേഗം പറയും മനുഷ്യന്മാരെ, ടൈം ആകാനായി. അതാ ഫാത്തിമ സിയക്ക് ഇനിയും എന്തോ സംശയമുണ്ട്. ഫാത്തിമ സിയ വേഗം ചോദിക്ക്. മൈക്കോണാക്ക്. ചോദിക്കണുണ്ട് എന്നല്ല എന്നാണ്. ഫാത്തിമ സിയ എന്തേ ചോദിക്കണ്ടോ? അവിടെ പറയണത് മൈക്കിൽ അല്ല. ആ ഓക്കെ. എന്നാ ഇനി വേറെ ആർക്കെങ്കിലും കൂടെ ചോദിക്കണ്ടോ? ആലിയ അവിടെ ഉറങ്ങല്ലോ? ആലിയ ഉറങ്ങി വീടിനുണ്ടല്ലോ, അങ്ങനെ അങ്ങനെ പോകുന്നുണ്ടോ? അല്ല ആ ഓക്കെ. എന്നാ ഇനി വേറെ ആർക്കെങ്കിലും ചോദിക്കണ്ടോ? ഇല്ല, ആർക്കും ചോദിക്കാനില്ലെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കണം. ഈ പ്രേമിക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല പറ്റൂല. പറ്റൂല. ഞാൻ പറ്റുന്ന അഭിപ്രായമുള്ളതാണ്. ഇല്ല. പറ്റും പറ്റൂല പറ്റും. പറ്റൂല കല്യാണം കഴിഞ്ഞിട്ട് കഴിയാണ്ട് പറ്റില്ല. ആ കല്യാണം കഴിഞ്ഞിട്ട് പറ്റൂലേ?
ഞാൻ കല്യാണത്തിന് മുമ്പെന്നോ ശേഷം ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ അങ്ങനത്തെ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, ആരും ചോദിച്ചില്ല. അപ്പൊ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പറയണം, എന്തുകൊണ്ടാണ് പറ്റൂല എന്ന് പറയണേ, എന്തുകൊണ്ടാണ് ഇത് തെറ്റെന്ന് പറയണത്, എന്തുകൊണ്ടാണ് തെറ്റ് പറയും. അന്യപുരുഷനായോണ്ടാണോ? ഏതാ കേട്ടില്ല, എന്താ ആരും ഒന്നും ഉണ്ടാത്തേ? അന്യപുരുഷന്മാര് അന്യപുരുഷനാണ് അല്ലെ, ഓക്കെ. പിന്നെ വേറെന്താ, എന്താ ഇപ്പൊ ഇതില് പ്രശ്നം എന്താ? അത് അള്ളാഹു അനുവദിച്ചിട്ടില്ല. അള്ളാഹു അനുവദിച്ചിട്ടില്ല, ഓക്കെ. പിന്നെ ഹറാമാണ്. ഹറാമാണ്. അതാണ് അനുവദിച്ചിട്ടില്ല പറഞ്ഞാ പിന്നെ ഹറാമാണ്. പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഓക്കെ. എന്നാൽ ഞാൻ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇങ്ങനത്തെ ഈ ഇതിലേക്ക് പോകുമ്പോൾ, ഈ പ്രേമത്തിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. സത്യത്തിൽ എല്ലാ ആളുകളും പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ചെക്കൻ്റെ കണ്ണ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, മൂക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, ക്യാരക്ടറാണ് ഇഷ്ടപ്പെട്ടത്, ഇങ്ങനെയൊക്കെ പറയും. നമ്മളെ എൻ്റെ അടുത്തൊക്കെ കുറേ ഇപ്പം കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവരാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തൊക്കെ ഇവരോട് ചോദിക്കുമ്പോൾ പറയണ വാക്കുകളാണ് ഈ പറയണത്. എന്ത്, ഞാൻ അങ്ങനെയല്ല, ഇന്നെ ഭയങ്കര കെയറിങ് ആണ്, പിന്നെ എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഓർത്ത് വെച്ചുകൊണ്ട് എനിക്ക് മിഠായി തന്ന ആളാണ് എന്നൊക്കെ പറയും. അതുകൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണേ, അതുകൊണ്ട് ഒരാളുടെ ജീവിതം, അയാളുടെ നമുക്കൊരു ബർത്ത്ഡേക്ക് ഒരു മിഠായി തന്നു എന്നുള്ളത് കൊണ്ട് അയാളുടെ കൂടെ ജീവിക്കണം എന്നുണ്ടോ? ഉണ്ടോ അല്ലേ? ഇല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്ന്, അത് ഹറാമാണ് അങ്ങനത്തെ ബന്ധങ്ങൾ. രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അതൊരു അന്യപുരുഷൻ തന്നെയാണ്, അത് സംശയമല്ല. അത് നമ്മൾ എത്ര ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാലും, നമ്മളെ ബെസ്റ്റ് ആണെന്ന് പറഞ്ഞാലും ഒന്നും എന്തല്ല, അത് അനുവദിക്കപ്പെടില്ല, അത് തെറ്റ് തന്നെയാണ്. പിന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനത്തെ പലതും ഉണ്ടാക്കി പിന്നെ ആ ഒരു ബന്ധം എത്തുന്നത് വളരെ മോശമായ രൂപത്തിലേക്കാണ് പിന്നെത്തുക. അങ്ങനെ ഒരാൾ വിവാഹം കഴിച്ചാൽ ഒട്ടുമിക്കതും പരാജയമാണ് ഉണ്ടാകുക, ഒട്ടുമിക്കതും പരാജയം ഉണ്ടാകുക. അതിൻ്റെ തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ ഉമ്മമാർ, ഇപ്പം നിങ്ങളുടെ അമ്മമാർ നിങ്ങളെ അനിയനെ വളർത്തുമ്പോൾ കുറേ പ്രതീക്ഷകളില്ലേ, ഉണ്ടോ അല്ലേ? ഇപ്പം നിങ്ങൾക്ക് കാക്കണ്ടോ, ജ്യേഷ്ഠനുണ്ടോ? ഇല്ല. ജ്യേഷ്ഠനൊന്നുമില്ല, അനിയനുണ്ടോ? ആ, ഈ അനിയനൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് പറയും, ആ ഇവൻ്റെ കല്യാണത്തിന് വേണം എനിക്ക് അങ്ങനെ ചെയ്യാൻ, ഇവൻ്റെ കല്യാണത്തിന് പെണ്ണിനെ ഞാൻ തന്നെ കൊണ്ടുവരും, ഞാനാണ് കൈ കുടിക്കാന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ച് നമ്മളിങ്ങനെ ഉമ്മമാരും തന്നെ ഇങ്ങനെ എൻ്റെ മോൻ്റെ കല്യാണം അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഓൻ ഒരു ദിവസം എന്ത് ചെയ്യണം, ഒരാളെ കയ്യും പിടിച്ചിട്ട് വരും, എമ്മാതി നിങ്ങളെ മരുവോളാട്ടില്ലേ എന്ന് പറഞ്ഞിട്ട്. ഉമ്മാക്ക് എന്താ തോന്നുക, തലക്കൊണ്ട് കൊടുക്കാൻ തോന്നുന്നു, എന്താ ചെയ്യുക, ഞാനിങ്ങനെ എന്തൊക്കെ പ്രതീക്ഷയോട് കൂടി കൊണ്ടുവന്നു, അതിൻ്റെ അടക്കം ഓനിത് കൊണ്ടുവരുന്നേ. ആ ഉമ്മയും ഈ പെണ്ണും തമ്മിൽ നല്ല സ്നേഹം ഉണ്ടാകുമല്ലേ? ഇല്ല, ഇല്ല. നീ ആ പെണ്ണിൻ്റെ അവസ്ഥ ആലോചിക്കുകയാണെങ്കിൽ, ആ പെണ്ണ് വന്ന പെണ്ണുണ്ടല്ലോ, ഓളെ വീട്ടിലെ അവസ്ഥ എന്താണ്? ഈ വാപ്പയും ഉമ്മയും ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യണത്, ഓളെ വളർത്തണത് അല്ലേ? നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കടന്നുറങ്ങുമ്പോൾ നിങ്ങളെ വാപ്പിയും ഇങ്ങനെ ചർച്ച ചെയ്യണം, അല്ല നമ്മളെ മോളെ ഓളോ ഇനിയിപ്പോൾ ഓൾക്ക് ഇപ്പം ഇനി കല്യാണം നോക്കുകയാണെങ്കിൽ ആരെ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചർച്ചയാണ്. അതിൻ്റെ ഇടക്കാണ് നിങ്ങൾ ഒരളപ്പം പോണത്. അപ്പം എന്ത് ചെയ്യും, നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും വല്ലാത്ത ഷോക്കാകും അത്. കുടുംബപരമായി വലിയ പ്രശ്നങ്ങൾ, മാനസികമായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഒരാളോടും ഒരു നല്ലത് പറയാൻ പറ്റൂല. നിങ്ങളങ്ങനെ പ്രേമിച്ച് നടക്കണ ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളങ്ങനെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കുട്ടി എന്തായിരിക്കും, അതിൻ്റെ അപ്പുറത്താക്കാരം അല്ലേ? ശരിയല്ലേ? ആ കുട്ടി എന്ത് ചെയ്യും, അതിനേക്കാൾ മോശമാകുന്നൊരവസ്ഥയിലേക്ക് എത്തും. ഇങ്ങനെ ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, ഞാൻ അതുകൊണ്ട് കൂടുതൽ ഇതിലേക്ക് ഫോക്കസ് ചെയ്യണില്ല. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഇതിലുണ്ട്. ഇൻഷാ അള്ളാ പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് തന്നെ പറയാം. അപ്പോൾ ഇതിൽ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. രണ്ടാമത്തെ ഒരു വർക്ക് കൂടി തരികയാണ്, രണ്ടാമത്തെ ഒരു വർക്കും കൂടി തരികയാണ്. ശ്രദ്ധിക്കണേ, പറയട്ടെ.
പറയട്ടെ. ഈ വർക്ക് ആദ്യത്തെ വർക്ക് ചിലപ്പോൾ ഞാൻ നോക്കൂല, ടീച്ചറായിരിക്കും നോക്കുക. രണ്ടാമത്തെ ഞാൻ എന്തായാലും നോക്കും. ടീച്ചറെ അത് എനിക്കും കൂടി ടീച്ചർ പോയോ, പിന്നെ അത് എനിക്ക് ഷെയർ ചെയ്യണം. നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുത്താൽ ഞാൻ ടീച്ചറോട് പറഞ്ഞോളൂ എനിക്ക് ഷെയർ ചെയ്യണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറെ നമ്പർ എൻ്റെ ഇല്ല. ആ ഗ്രൂപ്പിലുണ്ടല്ലോ, എന്താണിത് നോക്കണ്ടേ? മസ്ന ടീച്ചർ നിങ്ങളുടെ നമ്പർ ഒന്നുകൂടി ഗ്രൂപ്പിൽ ഇട്ടാണ്. ഈ ആമത്ത് കേട്ടിട്ടില്ല എത്ര. ഓക്കെ, അപ്പോഴേ എന്താണ് വർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മളൊരു വീട്ടിൽ നിൽക്കുമ്പോൾ ചോദ്യം ഇതാണേ, നമ്മൾ ജ്യേഷ്ഠൻ അനിയൻ അല്ലെങ്കിൽ അനിയത്തി ജ്യേഷ്ഠത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങൾ, ഈ അനിയനും ജ്യേഷ്ഠനൊക്കെ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ. ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എന്താണ് വേണ്ടത്? മനസ്സിലായി? നമ്മൾ സിബ്ലിങ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എന്ത് വേണം? ഒരു മിനിമം ഒരു 5 പോയിന്റിലെങ്കിലും നിങ്ങൾ പറയണം. എന്തൊക്കെയാണ് 5 പോയിന്റ്? നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നമ്മളിങ്ങനെ ഇന്ന കാര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ 5 പോയിന്റെങ്കിലും മിനിമം ചെയ്യണം. ചോദ്യം മനസ്സിലായോ അല്ലേ? മനസ്സിലായി. ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ക്ലിയർ ആയില്ലേ? ലറിഫ മറിയത്തിന് സിബ്ലിങ്സ് പെട്ട ആരെങ്കിലും ഉണ്ടോ? അനിയത്തിയോ ജ്യേഷ്ഠത്തിയോ അനിയനോ ജ്യേഷ്ഠനൊക്കെ ഉണ്ടോ? അനിയനുണ്ട്. നിങ്ങൾ തല്ലൂടാറുണ്ടോ? ചില സമയം അതന്നെ. ആ തല്ലൂടൽ എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും? അതിനുള്ളൊരു 5 പോയിന്റുകൾ പറയാം, എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളതാണ്. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.